മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിനായി വീടും സ്ഥലവും വിട്ടു നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാതെ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയതിൽ പ്രതിഷേധിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ സത്യാഗ്രഹ സമരം നടത്തി. മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ സത്യാഗ്രഹ സമരം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. റൺവേ വികസനത്തിന് കീഴല്ലൂർ പഞ്ചായത്തിലെ കീഴല്ലൂർ കാനാട് പ്രദേശത്താണ് 250ഓളം കുടുംബങ്ങൾ തങ്ങളുടെ സ്ഥലം ഏറ്റെടുത്ത് കൃത്യമായ നഷ്ടപരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ 8 വർഷം മുമ്പ് കാത്തിരിപ്പ് തുടങ്ങിയത്. എന്നാൽ നിത്യരോഗികളും കടക്കണിയിൽ അകപ്പെട്ടവരും ജപ്തി നടപടികൾ അടക്കം നേരിടുന്നവരും തങ്ങളുടെ പ്രയാസം വിളിച്ചു പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടായില്ല. മുസ്ലിം യൂത്ത് ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ സത്യാഗ്രഹ സമരം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. റൺവേ 4000 മീറ്ററാക്കി വികസിപ്പിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ സർക്കാർ 9 വർഷമായിട്ടും എന്ത് ചെയ്തെന്ന് അബ്ദുൽ കരീം ചേലേരി ചോദിച്ചു. 3050 മീറ്റർ റൺവേ 4000 ആക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഇടതു സർക്കാർ അധികാരത്തിൽ കയറിയ ശേഷം ഒരു തുണ്ട് ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ല. എന്തുകൊണ്ട് ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം ഏറ്റെടുക്കുന്നില്ല? ഗത്യന്തരമില്ലാതെ CPM പോലും സമരരംഗത്തേക്ക് വരേണ്ടുന്ന ഗതികേടിലാണ് ഇപ്പോൾ. CPMന്റെ അണികളിൽ നിന്ന് പോലും പ്രതിഷേധം ഉയരുമ്പോൾ സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. വിദേശ കമ്പനികളുടെ വിമാനം പോലും ഇവിടെ വരാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ല. എന്നാൽ അത് നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല. സർക്കാർ അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമര പരമ്പരയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ആവശ്യമെങ്കിൽ ലീഗ് ജില്ലാ കമ്മിറ്റി സമരം ഏറ്റെടുക്കുമെന്നും ചേലേരി പറഞ്ഞു. ഞങ്ങളുണ്ട് എന്നുള്ള പ്രഖ്യാപനം അവർക്ക് നടത്തിയിട്ട് ഈ സമരം വിജയം കാണുന്നവരെയുള്ള വലിയ പോരാട്ടം നമ്മൾ നടത്തണം. തീർച്ചയായും അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അവർക്ക് നമ്മൾ ഉറപ്പ് നൽകണം. നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്, ഷംസുദ്ദീനും ഷബീറും അൻസാരിയും ഒക്കെ ആ പാവപ്പെട്ട ദുരിതം ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മളവർക്ക് നൽകിയിട്ടുള്ള ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പിന്റെ കൂടെ അവരെ ചേർത്ത് പിടിക്കണം. ഇതുപോലുള്ള വേദികളിലേക്ക് ഈ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ആളുകളെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ഈ സമരം ഒരു ജനകീയ സമരമായി മാറുക. അങ്ങനെ ജനകീയമായിട്ടുള്ള ഒരു സമരമായി ഈ സമരത്തെ മാറ്റിയെടുത്തിട്ട് ഈ പാവപ്പെട്ട ദുരിതം നേർന്ന ആളുകളുടെ ഈ പ്രയാസത്തിന് ദുരിതം അകറ്റുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ട് അതിനെ ഈ സർക്കാരിനെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കാനും ഈ സർക്കാരിനെ കൊണ്ട് തന്നെ തിരുത്തൽ പ്രക്രിയ നടത്താനും പറ്റുന്ന വിധത്തിലേക്ക് ഈ സമരം ശക്തി പ്രാപിക്കണം. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാതെ പ്രതിസന്ധിയിലായ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത മട്ടന്നൂർ MLAയ്ക്കും സംസ്ഥാന സർക്കാരിനുമെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. റാഫി തില്ലങ്കേരി അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് നേതാക്കളായ ഷബീർ എടയന്നൂർ, TP ത്വാഹ, KK ഉസ്മാൻ, ഹാരിസ് ശിവപുരം, അഫ്സൽ, സഫീർ, സത്താർ ഇടുമ്പ, ലീഗ് നേതാക്കളായ അൻസാരി തില്ലങ്കേരി, EP ഷംസുദ്ദീൻ, VN മുഹമ്മദ്, PP ജലീൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.